Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താ രസം. നല്ല രസമുണ്ട്. ഇന്നത്തെ എക്സിബിഷൻ അടിപൊളിയായിരിക്കും. അതും ഫ്രീ ആയിട്ട്. കൊള്ളാം. എക്സിബിഷൻ അല്ല നാനാജി, സ്പേസ് അമ്യൂസ്മെന്റ് പാർക്ക്. പക്ഷേ നാനാജിക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കാൻ പറ്റുമോ? ഇത് ഭയങ്കര സ്പീഡായിരിക്കും, പിന്നെ അപകടവുമാണ് കേട്ടോ. ഡേഞ്ചർ എന്റെ പെറ്റ് നെയിമാണ്. അല്ലല്ല, എന്റെ പെറ്റ് നെയിമാണ്. അതെ, നാനാജിയെ നിസാരമായി കാണേണ്ട കേട്ടോ. ഡേഞ്ചർ എന്റെ പേരാണെന്ന് അറിയില്ലേ? ഞാനേ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു ബസ് ഡ്രൈവർക്ക് സ്പേസ് അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന്. ബുദ്ധിയില്ലാത്ത പിള്ളേരെ, ഇത് സ്പേസ് അമ്യൂസ്മെന്റ് പാർക്കൊന്നുമല്ല, ഇത് എന്റെ കൗശലമായിരുന്നു. ഞാൻ നിങ്ങളോട് പകരം വിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. വരൂ, നമുക്ക് ഗെയിം കളിച്ചാലോ? കിങ് റിഡിൽ. ഇതാണ് എന്റെ പേര്. ഓരോ റിഡിലും നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ടാകും. പിന്നെ നമുക്ക് കാണാം ഹൂ ഈസ് ദ ബെസ്റ്റ് എന്ന്. തട്ടാൻ മുട്ടിയാലും 1000-ൽ 1 പൊട്ടിത്തെറിച്ചു പോകും, സ്പേസിൽ തന്നെ. റിഡിൽ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. തീർച്ചയായും ഞാൻ ചെയ്യും ശിവ. ഇന്ന് ഈ സ്പേസിൽ വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് ലാസ്റ്റ് കിങ് ഗോഗോയുടെ അടുത്ത് ചെന്ന് അവനെ തന്നെ ഇല്ലാതാക്കും ഞാൻ. അവനെ ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ ഈ എക്സ്ട്രീം സിറ്റിയുടെ രാജാവായി മാറും. റിഡിൽ, നിനക്ക് ഇനി ബുദ്ധി ശരിയായിട്ടില്ലെന്ന് തോന്നുന്നു. നിന്റെ ബുദ്ധി ഞാൻ ശരിയാക്കും കുട്ടി. അങ്കിൾ, കുട്ടി എന്ന് വിളിക്കരുതെന്നെ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ റിഡിൽസ് നിറഞ്ഞ റൈഡിനെ എൻജോയ് ചെയ്തോളൂ. അപകടം ശിവ. ഈ ബസിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. അപകടം തന്നെയാണ് ശിവ. ഇനി ഞാൻ തന്നെ ഈ ബസ് ഓടിക്കേണ്ടി വരും തോന്നുന്നു. ഈ ബട്ടൺ അമർത്തിയാൽ എന്താ സംഭവിക്കുന്നു നോക്കാം. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ആസ്ട്രോയിഡ്സിന്റെ മഴയാണ്. നിങ്ങൾക്ക് ആ മഴയിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ 2 ടണലിലുള്ള ഒരു ടണൽ കൂടി രക്ഷപ്പെടാം. എന്തായാലും ശ്രമിച്ചു നോക്കണം. കാരണം ഒരെണ്ണം ശരിക്കുള്ളതും മറ്റൊന്നും ഡ്യൂപ്ലിക്കേറ്റുമാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആസ്ട്രോയിഡ് മഴയിൽ നിന്ന് രക്ഷപ്പെടാനാവുക. പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. ഈ കിങ് റിഡൽ ആൾ അത്ര ശരിയല്ല. ഇത് ഞാനും അവനും തമ്മിലുള്ള ആദ്യത്തെ ചാലഞ്ചാണ്. നാനാജി, ബസിന്റെ സ്പീഡ് 1000-ൽ കുറയാൻ പാടില്ല, അല്ലെങ്കിൽ നാനിജിക്ക് ഭയങ്കര ദേഷ്യം വരും. അതൊന്ന് ഓർത്ത് നോക്ക്. ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഏത് ടണലിലാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്? ഏത് ടണലാണ് ശരിയായിട്ടുള്ളത്? റൈറ്റിലുള്ളതാണോ ലെഫ്റ്റിലുള്ളതാണോ? ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. കാൽക്കുലേറ്റിംഗ്. നാനാജി, റൈറ്റ് അല്ല ലെഫ്റ്റ്. ഏത് ടണലാണ് ലൈറ്റ് എന്ന്. പേപ്പർ കൊണ്ടുണ്ടാക്കിയ ടണലാണ് ഏറ്റവും ലൈറ്റ്. അതല്ലാതെ വേറെ എന്താ ഉള്ളത്? എന്തായാലും നിന്നെ സമ്മതിച്ചേ പറ്റൂ. ഇത്തവണ നീ തോൽവി സമ്മതിച്ചില്ലല്ലോ. അടിപൊളി. അല്ല നാനാജി, നിങ്ങൾ എന്തിനാണ് ഈ ക്ലച്ചിൽ നിന്ന് കാലെടുത്തത്? വേഗിരിക്കേ.
എന്റെ ഹോളോഗ്രാം റീഡിലിനെ ഫുൾ ആക്കുന്നതാണ്. ഈ ബസ്സിൽ പിടിപ്പിച്ചിരിക്കുന്ന ബോംബ് ഞാൻ ആദ്യം പോയി മാറ്റട്ടെ, എന്നാലേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. സ്റ്റിക്കി ബൂട്ട്സ് ആക്ടിവേറ്റ്. ചീറ്റിംഗ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ബീറ്റിംഗ് ആണ് കിട്ടാൻ പോകുന്നത്. ഈ സ്പേസിലുള്ള യാത്രയുണ്ടല്ലോ അടിപൊളിയാണ്, ഒരു ജോലിയും ചെയ്യണ്ട. അതെ, പറഞ്ഞത് വളരെ ശരിയാണ് സാർ. എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയോ ഞാൻ ഈ ഡോണറ്റ് തിന്നാൻ പോകുന്നത്. ആകാശം പൊട്ടി ഇതിന്റെ മുകളിലേക്ക് വീണെന്നാണ് തോന്നുന്നത്. ലഡു സിംഗ് സർ. അല്ല ശിവ, നീ ആകാശത്തു നിന്നാണോ വീണിരിക്കുന്നത്? ബലറാംജി, വേഗം ആ ബസ്സിനെ ഫോൺ ചെയ്യ്. ചിപ്പിക്ക് സന്തോഷമായി. വെൽക്കം ബാക്ക് ശിവ. നാനാജി, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ബസ്സിന്റെ കൺട്രോൾ മാത്രം ചെയ്യ്. എന്തൊക്കെ ചെയ്തിട്ട് ഈ കിങ് റിഡിൽ മാത്രം എന്താണ് നമ്മളെക്കാൾ മുന്നിലോട്ട് പോകണമെന്ന് മനസ്സിലാവാത്തത്? കണ്ടുപിടിക്കാം. അതിന്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കൂ. വെറുതെ ആലോചിച്ച് കൺഫ്യൂസ് ആകണ്ട. വാട്ടർമെലൻ കുമ്പട്ടിങ്ങ. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതല്ല. എന്റെ ആൻസർ ആണ് പരിശ്രമത്തിന്റെ ബലം. നീ എന്താണ് കുമ്പട്ടിങ്ങ എന്നൊക്കെ പറയുന്നേ? ബാറ്ററി ഇല്ലാതെ ഈ ബസ് എങ്ങനെയാ ഓടുന്നതെന്ന് പറഞ്ഞേ. ശിവ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യേ. ചിപ്പി, വേഗം ആവട്ടെ. ആക്ടിവേറ്റ് സോളാർ സുരക്ഷ. ശിവ, ഈ ബസ് പറക്കണമെങ്കിൽ ഈ എനർജി ഒന്നും പോരാ. വേറെ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. നമുക്ക് ബസ്സിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ബസ്സിന്റെ സ്പീഡ് കൂട്ടുകയാണെങ്കിലോ എന്താ ചെയ്യാ? ശിവ, ഇതിൽ ഫ്യൂവൽ ഇല്ലെന്നാ തോന്നുന്നത്. നമ്മൾ എന്തായാലും താഴേക്ക് വീഴുമെന്ന് തോന്നുന്നു. ബസ് പറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും പറക്കാൻ പറ്റില്ല. എന്തായാലും താഴെ വീഴാലോ. ശിവ, നമ്മള് രക്ഷപ്പെട്ടു. എന്തായാലും ബോംബ് പൊട്ടി. ഓ ശിവ, ഇനി നമ്മുടെ അടുത്ത് എത്രമാത്രം എനർജി ഉണ്ട്? കാരണം നമുക്ക് ഈ ബസ് ലാൻഡ് ചെയ്യണമെങ്കിൽ ഇതിനോടകം ശിവയുടെ കഥ ഏതാണ്ട് കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടുത്തെ കിങ് ഞാനാണ്. കഴിഞ്ഞ തവണ നീ രക്ഷപ്പെട്ടു, ഇനി നിനക്ക് രക്ഷയില്ല. എന്നോട് ക്ഷമിക്കു ശിവ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. എടാ കിങ് റിഡലേ, ഇനി നീ ജയിലിന്റെ കിങ് ആയാ മതിക്കാട്ടോ. ഇനിയിപ്പോ സ്പേസ് അമ്യൂസ്മെന്റ് പാർക്ക് വേണ്ട, നമുക്ക് എക്സിബിഷനിലേക്ക് പോയാലോ നാനാജി?
Watch India's largest kids library only on Jio Hotstar. Download the app now.